കൊണ്ടുപോകാനാണെങ്കിൽ പറ്റില്ല കേട്ടോ. ഞാൻ അത്യാവശ്യമായിട്ട് വീട് വരെ പോവാ. ഞങ്ങളെ അടുത്ത ജംഗ്ഷൻ വരെ വിട്ടാൽ മതി. പെട്രോൾ തീർന്നു പോയി സുഹൃത്തെ. ഞങ്ങളൊരു അത്യാവശ്യത്തിന് ഇറങ്ങിയതാ. എന്നാ കേറ്. ഇറങ്ങണോ? ഒരു 2 മിനിറ്റ് സംസാരിക്കാം. കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല. ഞങ്ങള് ഒരല്പം സ്വകാര്യമായിട്ട്. സ്വകാര്യമൊന്നും ഇവിടെ നടക്കില്ല. നിങ്ങൾ വല്ല കത്തിയോ ബോംബോ ഇയാൾക്ക് കൈമാറിയാലോ? ഞാൻ ഇവിടെ തന്നെ നിൽക്കും. വേണമെങ്കിൽ സംസാരിച്ചു. മോനെ, എന്താ നീ ചെയ്തേ? ഒരു മനുഷ്യനെ കത്തി കൊണ്ട് കുത്താനുള്ള ധൈര്യം നിനക്കെപ്പോഴാ കൈവന്നേ? അച്ഛാ, സത്യമായിട്ടും ഞാൻ കുത്തിയതല്ല. പണവും തട്ടിപ്പറിച്ച് ഓടിയപ്പം തടയാൻ നോക്കിയതാ ഞാൻ. അപ്പോൾ ഒരുത്തൻ കത്തിയെടുത്ത് കുത്താൻ നോക്കി. അത് മറ്റയാൾക്ക് കൊണ്ടു. അയാൾ അങ്ങനെ മരിച്ചത്. സാറേ, എൻ്റെ മോൻ പറയണത് സത്യമാ. ഇവനെങ്ങനെ ആയുധം കൊണ്ടൊന്നും കളിക്കുന്ന കൂട്ടത്തിലല്ല. ഇവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു ഇവന്റെ വീരശൂര പരാക്രമങ്ങളെ പറ്റി. ഇതിനു മുമ്പത്തെ SIയെ പൊക്കിയെടുത്ത് ജീപ്പിന്റെ മുകളിലേക്ക് എറിഞ്ഞ പാർട്ടിയല്ലേ ഇത്? മനസ്സിലായി? ആളൊരു പാവാ. സംസാരിച്ചു തീർന്നെങ്കിൽ പോവാൻ നോക്ക്. എന്റെ ഏട്ടനെ രക്ഷിക്കണം സർ. ഞങ്ങൾക്ക് ഏട്ടനല്ലാതെ വേറെ ആരുമില്ല. കുത്തുകൊണ്ടവൻ എപ്പ ചാവും നോക്കിയിരിക്കാൻ ഞാൻ. അവൻ ചത്ത കേസിന്റെ സ്വഭാവം മൊത്തം മാറും. പിന്നെ രക്ഷിക്കുന്ന കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. കോടതി ഹാജരാക്കുമ്പോ ഒരു വക്കീലിനെ കൊണ്ട് വന്നേക്ക്. നാളെ 11 മണിക്ക് മജിസ്ട്രേറ്റ് കോടതി വന്നാൽ മതി. ഇന്ന് വനെ ഇവിടെ കിടക്കട്ടെ. എന്തെങ്കിലും തരത്തിൽ ചാർജ് മാറ്റി എഴുതി ഇയാളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ എന്ന് ഞാനും നോക്കട്ടെ. സാറിന് 100 പുണ്യം കിട്ടും. പോലീസുകാർക്ക് എന്തിനാ പുണ്യം? അത് ഓരോ പ്രതിയെ ഇടിച്ച് പഞ്ചറാക്കുമ്പോ ആവശ്യത്തിലേറെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്നാ പിന്നെ ചെന്നാട്ടെ. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു തരാം. മോളെ, നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കണം നീ. ശരി ഏട്ടാ. എന്നാ ചെല്ല്. അച്ഛനെ ശ്രദ്ധിക്കണം നീ. എല്ലാം പോയി മോനെ. ജയനെ പോലീസ് പിടിച്ചതിനേക്കാൾ എനിക്ക് സങ്കടം ആ പണം ഇവിടെ എത്തിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. ഇതൊക്കെ കെട്ടുകഥ പോലെയാ എനിക്ക് തോന്നുന്നേ. എന്തിനാ എന്നെ എന്റെ മോനെയും ചതിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നേ? പണമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. അയ്യോ അരുത്. എന്റെ മോനിപ്പോ ലോക്കപ്പിനകത്താ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, കൊന്നത് അവനല്ല. ദേഷ്യക്കാരനാണെങ്കിലും അവൻ ഹിംസയൊന്നും ചെയ്യില്ല. ശരി, നിങ്ങൾ ചെന്നാട്ടെ. മോനെ സുധി, നീ ആ ചെക്കെടുത്ത് മാറി ആശുപത്രിയിൽ പണം അടയ്ക്കാൻ നോക്ക്. അപ്പോ വേറെ പണം ശരിയായിട്ടുണ്ടോ മോനെ? അത് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളി തന്നതാ. ഓ, ആശ്വാസമായി. അമ്മയുടെ ഓപ്പറേഷൻ നടക്കുമല്ലോ.
ഇനി എത്രയും വേഗം പണം അടയ്ക്കാൻ നോക്ക്. അതല്ല, പക്ഷേ കമ്പനിയുടെ MD വീണയെ ഞാൻ കല്യാണം കഴിക്കേണ്ടി വരും. നീ എന്തിനാ മോനെ ഇതൊക്കെ ഇയാളോട് പറയുന്നേ? അമ്മേ, ഇത് വർഷയുടെ അച്ഛനാ. അത് മനസ്സിലായി. പണം തരാന്നും പറഞ്ഞു കുടുംബം മൊത്തം നിന്നെ ചതിച്ചിട്ടും പിന്നെ അങ്ങോട്ടോ നിനക്ക് ചായ്വ്. നിങ്ങളൊന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? മോനെ, എന്റെ കുട്ടിയൊരു പാവമാ. അവളെ കണ്ണീര് കുടിപ്പിക്കരുത്. എന്താടാ, അയാളുടെ അഭിനയം കണ്ടപ്പോ നിന്റെ കണ്ണ് നിറഞ്ഞോ? എന്റെ അമ്മേ, എനിക്കിത്തിരി മനസ്സമാധാനം താ. നിന്റെ മനസ്സമാധാനിക്കേട് ഞാനാണെങ്കിൽ ആ ചെക്കെടുത്ത് കീറി എറിഞ്ഞേക്കും. 2-3 ദിവസം കൊണ്ട് ഞാൻ മണ്ണിനടിയിലാവുമ്പോ നിനക്ക് പരിപൂർണ സമാധാനമാവും. മനുഷ്യൻ ആഗ്രഹിക്കുന്നതൊന്ന്, ദൈവം വിധിക്കുന്ന വേറൊന്ന്. നമ്മൾ വിചാരിച്ചാൽ തടുക്കാൻ പറ്റുന്നതല്ല മോളെ ഇതൊന്നും. വീണയുടെ അമ്മ 5 ലക്ഷത്തിന്റെ ചെക്കും അവിടെ വെച്ച് പോയിട്ട് സുധീഷ് അത് എടുത്തില്ലല്ലോ. ജയന്റെ വരവും കാത്തിരുന്നു. അവസാന നിമിഷത്തിൽ സുധീഷ് അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ആ പണം സ്വീകരിച്ചു. അതില് 1% പോലും സുധീഷിനെ കുറ്റം പറയാൻ പറ്റില്ല മോളെ. അച്ഛനത് പറയാം, പക്ഷേ ഇതൊക്കെ ആരോ കളിച്ച കളിയാ. ചിലപ്പോ വീണ തന്നെയാവും. എന്തായാലും ഇത് ചതിയാ. ആ ചതിക്ക് സുധീഷും കൂട്ടുനിന്നു. ഇനി സുധീഷിന് വീണയെ കല്യാണം കഴിക്കാനേ പറ്റൂ. അത്രയ്ക്ക് വലിയ കടപ്പാടായി പോയില്ലേ? ദൈവേച്ഛ അതാണെങ്കിൽ അത് സ്വീകരിക്കണം. ഇല്ല, അങ്ങനെ ഇപ്പൊ എന്റെ സുധീഷിനെ ദൈവത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് വിടാൻ ഞാൻ തയ്യാറല്ല. വേണ്ട കുഞ്ഞെ, അതിമോഹം വേണ്ട. നിന്റെ ഈ വാശിയും പിടിവിടാത്ത അവസ്ഥയുമാണ് നിന്റെ ഏട്ടനെ ജയിലിലെത്തിച്ചത്. 100 വട്ടം ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും നല്ലതിനല്ലെന്ന്. കേട്ടില്ല. കുഞ്ഞനുജത്തിക്ക് വേണ്ടി ജീവനും ജീവിതമൊക്കെ കളയാൻ തയ്യാറായി നിന്ന് എൻ്റെ മോനോട് ഒരിത്തിരി ദയ നീ കാണിച്ചിരുന്നുവെങ്കിൽ അവൻ ഈ അവസ്ഥയിലെത്തില്ലായിരുന്നു. അപ്പൊ ജയേട്ടനെ ജയിലിലാക്കിയത് ഞാനാണെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നേ? അച്ഛൻ്റെ വാക്കുകൾ വെറും കുറ്റപ്പെടുത്തലുകളല്ല, നിങ്ങൾക്ക് നല്ലത് വരാനുള്ള ഉപദേശമാ. എൻ്റെ മക്കള് സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനല്ലേ അച്ഛൻ ആഗ്രഹിക്കൂ. അതെങ്കിലും എൻ്റെ മോള് മനസ്സിലാക്ക്. ഓട്ടോ ഡ്രൈവർ ജയന്റെ വീടല്ലേ? അതെ, ഞാൻ അവൻ്റെ അച്ഛനാ. സംഗതി കുഴഞ്ഞു. കുത്തുകൊണ്ട ബൈക്ക് ഭാസ്കരൻ മരിച്ചു. SI സാറ് മഹസർ എഴുതുന്നതിന് മുമ്പ് ചെന്ന് കണ്ട് കാല് പിടിച്ച സംഗതി കരുതി കുട്ടിയുള്ള കൊലപാതകം എന്നുള്ള വകുപ്പിൽ നിന്ന് മാറ്റി എഴുതും. കാശുണ്ടെങ്കിൽ ഇത്തിരി കാശും കരുതിക്കോ. അല്ല, അത് നിർബന്ധമൊന്നുമല്ല കേട്ടോ. സാർ അത്രക്കാരനൊന്നും അല്ല. അയ്യോ അച്ഛാ, 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 അയ്യോ എന്തു പറ്റി? അച്ഛനൊന്നുമില്ല മോളെ, എന്തോ ഒരു തലകറക്കം പോലെ. അല്ല, ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നുണ്ടോ അതോ ഞാൻ പോട്ടോ? ഞാൻ വരാം. ഞാൻ ചെന്ന് സാറിനെ കാണാം അച്ഛാ. എന്നാ മോള് ചെല്ലേ. സാറിന്റെ കാല് പിടിച്ചെങ്കിലും ഏട്ടനെ രക്ഷിക്കാൻ നോക്ക്. അച്ഛൻ അകത്ത് പോയി കിടക്കണോ? സാരമില്ല, സാറ് കാത്തു നിൽക്കുന്നു. മോള് ചെല്ലേ. ഇരിക്കു വച്ചേ. വേണ്ട,
കോൺസ്റ്റബിൾ വന്ന് പറഞ്ഞു സാറിനെ കാണണമെന്ന്. ഉം, ആ ഗുണ്ട ശരിക്കും മരിച്ചോ സർ? ശരിക്കും മരിച്ചോന്ന് ചോദിച്ചാ ശരിക്കും അല്ലാതെ ആരെങ്കിലും മരിക്കൂ? അയാൾ മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നു. 4 ഇഞ്ച് ആഴത്തിൽ കത്തി വാരിയലിനിടയിലൂടെ അകത്ത് കയറി വൻകുടലും ശ്വാസകോശത്തിന്റെ ഒരു ഭാഗവും കീറി മുറിക്കുകയും അതിനാലുണ്ടായ ആന്തരിക രക്തസ്രാവത്താൽ മരണം സംഭവിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. എന്റെ ഏട്ടനെ രക്ഷിക്കണം സർ. ആ, രക്ഷിക്കാം. ഈസിയായി രക്ഷിക്കാൻ ഒരു വഴിയുണ്ട്. FIR ഞാൻ അങ്ങ് മാറ്റി എഴുതും. തൻ്റെ ചേട്ടനെ കുത്താൻ വേണ്ടി കത്തിയുമായി ഓടിയെടുക്കുമ്പോൾ കല്ലിൽ കാല് തട്ടി ടിയാൻ കത്തിയുടെ പുറത്തേക്ക് കമിഴ്ന്നടിച്ച് വീഴുകയും കത്തി ശരീരത്തിലേക്ക് തുളച്ചു കയറുകയും ചെയ്തു. ആ സമയത്ത് തൻ്റെ ചേട്ടൻ 10 അടിയോളം ദൂരത്തിലായിരുന്നു എന്നും ഞാൻ അങ്ങോട്ട് എഴുതി വയ്ക്കും. പിന്നെന്താ പ്രശ്നം? തൻ്റെ ഏട്ടനെ കോടതി എപ്പോൾ വെറുതെ വിട്ടെന്ന് ചോദിച്ചാൽ മതി. താങ്ക് യു സർ, വളരെ നന്ദിയുണ്ട്. ഈ ഒരു താങ്ക്സിലൊന്നും സംഗതി ഒതുങ്ങത്തില്ല. ഞാൻ ഈ പറഞ്ഞതുപോലൊക്കെ നടക്കണമെങ്കിലേ താൻ വിചാരിക്കണം. മനസ്സിലായില്ലേ? മനസ്സിലായില്ല. പിന്നെന്താടി നീ വിചാരിച്ചേ? നിന്നെ അങ്ങ് സഹായിച്ച് പുണ്യം നേടാനാണെന്നോ? ഞാൻ പോണു. അങ്ങനെ അങ്ങ് പോയാലോ? മോളെ, എന്തായി പോയ കാര്യം? ജയനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് SI പറഞ്ഞില്ലേ? അല്ല, രക്ഷിക്കാന്നാ പറഞ്ഞ. അതിന് നീ എന്തിനാ കരഞ്ഞേ? ഏട്ടനെ രക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു ഇറങ്ങി ഓടിയതിന്. എന്താ 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 മോളെ നീ പറയുന്നേ? അച്ഛനൊന്നും മനസ്സിലാകുന്നില്ല. ഏട്ടനെ രക്ഷിക്കാന്ന് പറഞ്ഞു ആ SI എന്റെ മാനം നശിപ്പിക്കാൻ ശ്രമിച്ചു. അയാളുടെ കർണത്തടിച്ച് ഞാൻ ഇറങ്ങി ഓടി. ഇല്ലച്ച, പാവങ്ങളെ ജീവിക്കാൻ ഇവിടെ ആരും അനുവദിക്കില്ല. അവസരം കിട്ടിയ നമ്മുടെയൊക്കെ ചോര കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. സ്നേഹം എന്ന പേരിൽ അടുപ്പം കാണിക്കുന്നവരെ ആരെയും വിശ്വസിക്കാൻ വയ്യ. അച്ഛാ, 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 ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല അച്ഛാ, അച്ഛാ, അയ്യോ ഏട്ടാ, അയ്യോ ആരുമില്ലല്ലോ, എന്താ ചെയ്യാ അച്ഛാ?